ഓ ശരി വൈ. ചവിട്ടി ഞാൻ. ഇതെന്താ പിന്നെ രാത്രി പോപ്കോൺ? ഞങ്ങൾക്കുള്ളതാ. ഏത് ഞങ്ങള്? എന്താ നീ ഇതെവിടെയായിരുന്നു? ഞാൻ രണ്ടുമൂന്ന് കോൾ ചെയ്യാനുണ്ടായിരുന്നു. ഈ പാതിരാത്രിക്ക് ആരെ കോൾ ചെയ്യാൻ? അത് എന്റെ കുറച്ച് ലവേഴ്സിനെ വിളിച്ചിട്ട് താരാട്ട് പാട്ട് പാടി കൊടുക്കാൻ. എന്ത് ചേച്ചിക്ക് താരാട്ട് പാട്ട് പാടി തരണ? ഓ ചേച്ചിക്കുള്ള താരാട്ട് പാട്ട് ഞാൻ പാടി കൊടുത്താ മതിയാ? ധാരാളം. ലാപ്ടോപ്പ് സ്പീക്കർ എല്ലാം സെറ്റ്. പോപ്കോണും സെറ്റ്. അറിയാ ഞങ്ങള് നേരത്തെ കണ്ടോണ്ടിരുന്ന ഒരു ഹൊറർ സീരീസിന്റെ ഫൈനൽ പാർട്ട് ഇന്ന് റിലീസ് ആവുക. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് കാണാൻ തീരുമാനിച്ചു. ഹൊറർ സീരീസിന്റെ ഫൈനൽ പാർട്ട് ഇന്ന് റിലീസ് ആവുകയാണ്. ഒരുമിച്ച് കാണാൻ പോണം. ആരൊക്കെ? ഞാനും. നല്ല ഹൊററാ? ഭയങ്കര ഒരു സ്പൂണ് താഴെ വീണപ്പോ ഈ പേടിക്കണ ചേച്ചിയാണ് ഹൊറർ സീരീസ് കണ്ടിട്ട് പേടിക്കാതിരിക്കാൻ പോണത്. 10-15 മിനിറ്റ് ഇത് തലറങ്ങി അവിടെ എല്ലാം കിടക്കും. ഇതിന്റെ ഫസ്റ്റ് പാർട്ടേ ഞാൻ മൊത്തം കണ്ടതാ. ഫസ്റ്റ് പാർട്ടോ? കളി കണ്ടോ? ഞങ്ങളുടെ ഫസ്റ്റ് പാർട്ടേ. ഞങ്ങളുടെ ഫസ്റ്റ് പാർട്ടാ? അല്ല, ഞങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ടത് ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പാ. സെക്കൻഡ് പാർട്ട് കണ്ടത് ഞങ്ങൾ ദുബായിൽ വെച്ചിട്ടാ. തേർഡ് പാർട്ട് കണ്ടത് എവിടെ വെച്ചിട്ടാ? ഇവൻ ദുബൈയിലും ഞാൻ നാട്ടിലും. അതുകൊണ്ട് ഫോർത്ത് പാർട്ട് ഫൈനൽ പാർട്ട് ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് കാണാൻ തീരുമാനിച്ചു. കാണുന്നാ? അയ്യോ ഞാൻ ഇല്ലേ. സ്പീക്കർ ഇതിനെ അറേഞ്ച് ചെയ്താണോ? എന്റെ പൊന്നു മക്കളെ, രാത്രി കിടന്ന് ഉറങ്ങണം. ദയവ് എന്റെ സൗണ്ട് കയറ്റി വെക്കില്ലേ പ്ലീസ്. പിന്നെ ഇവന് സിനിമ കാണാൻ നേരെ ഒന്നുമില്ലല്ലോ. ഇവന് താരാട്ട് പാടാൻ പോണ്ടേ? അതെ, എനിക്ക് താരാട്ട് പാടാൻ പോണം. കുറച്ച് ചിഞ്ചു മഞ്ജു രഞ്ജു കുഞ്ചു 5-6 പേരുണ്ട്. അവർക്കെല്ലാം പോയി ഞാൻ താരാട്ട് പാട്ട് പാടി കൊടുത്തിട്ട് ഉറക്കിയിട്ട് ഞാൻ വരാം കേട്ടാ. എന്നാ പിന്നെ മെർലിന്റെ കൊച്ചിനും കൂടെ താരാട്ട് പാട്ടി കൊടുക്കടാ. അതേതെങ്കിലും സായിപ്പ് പാടുന്നുണ്ടാവും. കാണാൻ പോണല്ലേ? കാണ നന്നായി വരും. നന്നായി വരും. പോണേ. പോപ്കോൺ സെറ്റ് അല്ലേ? അപ്പൊ പിന്നെ കാണാൻ തുടങ്ങിയാലോ? പിന്നൊരു കാര്യം, പേടിച്ച് നിലവിളിക്കാൻ നിൽക്കില്ല കേട്ടോ. നിനക്ക് എന്നെ അറിയാൻ പാടാത്തോണ്ട് എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ ലൈറ്റ് ഓഫ് ഉണ്ട്. പേടിക്കും. പറയടാ. ജാമത്തിലൊക്കെ ഇറങ്ങി. പക്ഷേ നീ 3-4 വീട് നോക്കിയില്ലെങ്കിൽ നമ്മളെ കാര്യങ്ങളും നടക്കില്ല. ഇന്ന് ഞാൻ ഒരു വീട് നോക്കി വെച്ചിട്ടുണ്ട്. അവിടെ കയറി കഴിഞ്ഞാൽ വലുതെന്തെങ്കിലും തടയും. ഞാൻ വിളിക്കാന്ന് വെച്ചാൽ. ശരി, ഓക്കെ. അല്ലടാ, അവൻ്റെ കാര്യം ഭയങ്കര തെറ്റാണ്. ഞാനിവിടെ പറഞ്ഞില്ലല്ലേ? അത് സംഭവം ഉണ്ടായി. ഞാൻ ഇന്നലെ വിളിക്കാന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. സംഭവേ നമ്മളവിടെ പോയില്ലേ? അന്ന് പോയത് അവിടെ കിടന്നുണ്ടാവാൻ കാണിച്ച അവളി എൻ്റെ പൊന്നളിയാ. നാട്ടുകാരൊക്കെ വന്ന് ചോദിക്കുമായിരുന്നു, ഇതെന്തൊരു തേങ്ങയുടെ കാണിക്കണ പറഞ്ഞിട്ട്. അതല്ല, അങ്ങനല്ല. നമ്മളെ മറ്റേ ഈ എന്തുവാടാ ഇത്? മനുഷ്യനൊന്നും ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേ? എടാ ഞാൻ വിളിക്കാവേ. ഞാൻ വിളിക്കാം. അളിയെന്താ ഇവിടെ കിടക്കണേ? ഞങ്ങളെ ഇന്നലെ സീരീസ് കണ്ടില്ലായിരുന്നോ? സീരീസ് കാണുന്നതിനിടയിലേ ഉറങ്ങിപ്പോയി. അപ്പൊ പിന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇവിടെ വന്നിരുന്ന സീരീസ് കണ്ടേ. ഇന്ന് ഞാൻ അവിടെ കിടന്നുറങ്ങി. ചേച്ചി കണ്ടോ? എന്നിട്ട് ചേച്ചി കണ്ടൊന്നുമില്ല. അവളെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പോപ്കോൺ ഒക്കെ കഴിച്ചിട്ട് ഒറ്റ ഉറക്കം. 10 മിനിറ്റ്? ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ, അങ്ങ് അറ്റം പോയാൽ 10-15 മിനിറ്റ് അതിന് മുമ്പ് ചേച്ചി ഔട്ടാവുന്നു.
സീരീസ് എങ്ങനെ ഉണ്ടായിരുന്നു? അളിയാ സീരീസ് സാധാരണ ഈ സീരീസിന്റെ ഒക്കെ ഉണ്ടല്ലോ ഫൈനൽ സീസൺ പാളാനാണ് സാധ്യത. പക്ഷെ ഇത് കിടുക്കാച്ചയായിട്ടോളിയാ മസ്റ്റ് വാച്ച. ആണോ? പിന്നെ വാച്ചാ വാച്ചണം വാച്ചേക്കോ പിന്നെ പിള്ളേരും വാച്ച ഇപ്പൊ മൂടില്ല. ഹൊറല്ലേ? എവിടെ 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 ഒന്നുമില്ല. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ചേച്ചി സീരീസ് കണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു? സീരിയസ് സീരീസ് സൂപ്പർ ആയിരുന്നു. ഓ അത്രയും കിടുവായിരുന്നു. ആദ്യത്തെ 10 മിനിറ്റ് മാത്രം കണ്ടിട്ട് റിവ്യൂ പറയാന്നുള്ളത് അത്ര നല്ലൊരു ശീലമല്ല. അത് ഞാൻ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയതാ. അല്ല ഞാൻ ഉറങ്ങിപ്പോയപ്പോ നീ എന്താ വിളിച്ചെണീപ്പിക്കാൻ? അത് ശരി, ഞാൻ എത്ര തവണ വിളിച്ചു? ലജ്ജൂസ് എണീക്കണ്ടേ? അത് പിന്നെ ചേച്ചിയുടെ സ്വഭാവം അങ്ങനെയാണല്ലോ. ഉറങ്ങി കഴിഞ്ഞാ അടുത്ത് വന്ന് ഗുണ്ട് പൊട്ടിച്ചാൽ പോലും ചേച്ചി എണീക്കില്ല. ഓടാടന്ന് സെതു, നമുക്കിന്ന് ഒരുമിച്ചിരുന്ന് അത് കണ്ടു തീർക്കാം കേട്ടോ. വീണ്ടും ലജ്ജൂസ് ഞാൻ മൊത്തം കണ്ടു തീർത്തു, ഇനി എങ്ങനെ വീണ്ടും കാണുന്നേ? അയ്യോ, കണ്ടത് പിന്നെ പിന്നെ കാണാത്ത ഒരാള് അത് കുഴപ്പമൊന്നുമില്ല, ഒരു തവണ കൂടെ ഇരുന്ന് കാണാം. കണ്ട സീരീസ് ഞാൻ വീണ്ടും ഇരുന്ന് കാണത്തൊന്നുമില്ല. അതെ, നമ്മൾ എന്താ തീരുമാനിച്ചേ? ആ സീരീസ് ഒരുമിച്ചിരുന്ന് കണ്ടു തീർക്കുമെന്നല്ലേ? നമ്മള് കാണാൻ വേണ്ടി ഇരുന്നായിരുന്നല്ലോ. ലജ്ജൂസ് ഉറങ്ങിപ്പോയത് എന്റെ കുറ്റമല്ലല്ലോ. അതിപ്പോ ഉറങ്ങിപ്പോയി, അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നീ എന്ത് ചെയ്യണായിരുന്നു? ആ സീരീസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് എന്റെ കൂടെ അടുത്ത ദിവസം ഇരുന്ന് കാണണായിരുന്നു. അതെനിക്ക് പറ്റത്തില്ല. എനിക്ക് ഒരു സീരീസ് കാണണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കാണണം. என்னது இது காலம் கார்த்தாலே சண்டை போட ஆரம்பிச்சீங்களா? അത്ര വലിയ സൺഡേ ഒന്നുമല്ല കനയാൻറ്റി. ഇവരേതോ സീരീസ് കാണായിരുന്നു. അപ്പൊ ലച്ചേച്ചി ആത്ത 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങ് ഉറങ്ങിപ്പോയി. என்னடா அவ்வளோக்கா மோசமான சீரீஸா? ആന്റി മോശം സീരീസ് ഒന്നുമല്ല, കിടിലൻ സീരീസ്. ആന്റി ഒന്ന് കണ്ടു നോക്ക്. അളിയാ അതിനകത്ത് ഈ ഹൊറർ സീനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അളിയാ ഹൊറർ എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ, കിടിലൻ ഹൊറർ. ഞാനായോണ്ട് ധൈര്യത്തിരുന്ന് കണ്ട്, നീയാണ് നിക്കറ മുള്ളിയാനെ. അത് ഞാൻ സൈഡിൽ കിടന്നോണ്ട് ഇത്ര ധൈര്യത്തോടെ ഇരുന്ന് കണ്ടത്. ആര് സൈഡിൽ കിടന്നു? അളിയ ഇവിടെ ഒന്ന് കിടന്നല്ലേ കണ്ടത്? അളിയാ പിന്നല്ലാണ്ട്. ഓഹോ, എന്നാ നമ്മളിന്ന് ഒരുമിച്ചിരുന്ന് അത് കണ്ടു തീർക്കും. ഒന്ന് പോയാലോ ജ്യൂസ്, കണ്ട സാധനം വീണ്ടും വീണ്ടും കാണാനൊന്നും എനിക്ക് ഭ്രാന്തൊന്നുമില്ല. ഞാനേ നല്ല ടയർഡാ, ഒന്ന് പോയി ഫ്രഷ് ആവട്ടെ. അമ്മേ ഓ പോകും. ചേച്ചി സീരീസ് ആണ് അത്രയ്ക്ക് എടുക്കുകയാണ്. നമ്മനിപ്പോ ഇരുന്ന് കാണാം, പ്രശ്നം കഴിഞ്ഞില്ലേ? എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. മാറ. டேய் என்னடா இது, ஒரு சீரீஸ் பார்க்க முடியல சொல்லிட்டு சண்டை போடுவாங்களா? സൺഡേ കൂടാൻ അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊക്കെ വേണോ? പ്രത്യേകിച്ച് നമ്മുടെ ലച്ചേച്ചിക്ക് ഒരു ഘട്ടം ചെയ്യട്ടു. ஓ பெருக்கிட்டு போதுமா? പെരുക്കിക്കോ, പെരുക്കിയിട്ട് മതി. ഞാൻ പോയി പല്ലേച്ചിട്ട് വരാം. ദാ മധുരണ്ടോ? കുറവാ. അത്ര മധുരം മതി. സിദ്ധു എഴുന്നേറ്റില്ലേ മോളെ? എനിക്കറിയാൻ പാടില്ല. നീ മുറിയതല്ലേ ഇങ്ങോട്ട് വന്നേ? അല്ല, ഞാൻ ഇന്ന് രാത്രി പാറമടയിലെ ഷെഡിലാ കിടന്നേ. ആണോ? അവിടെ കൊതു ഉണ്ടായിരുന്നോ? കൊതുകിനൊക്കെ ഞാൻ വിഴുങ്ങി. പാറമട മഴയുണ്ടായിരുന്നോ? ഷെഡ് ചോരുന്നുണ്ടായിരുന്നോ? ചോർന്ന വെള്ളമൊക്കെ ഞാൻ അങ്ങ് കുടിച്ച്. ആണോ? അതെന്തായാലും നന്നായി. ചേച്ചി ചേച്ചി ഇനി വെറുതെ ആ സീരീസ് കണ്ടിരുന്ന കഷ്ടപ്പെടണമെന്നില്ല. നോക്ക് അളെ, എനിക്ക് ഫുൾ കഥ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ചേച്ചിക്ക് പറഞ്ഞുതരാം. എന്താ പറയണ? എന്തുവാടാ പ്രശ്നം? എന്തുവാ പ്രശ്നം? പ്രശ്നം എന്ന് പറഞ്ഞ അമ്മൂമ്മ ചേച്ചി അളിയനും കൂടെ ഇന്നലെ രാത്രി ഒരു പടം കാണാൻ വേണ്ടി ഇരുന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ചേച്ചി ഉറങ്ങി. ലച്ചു എപ്പോഴും ഉറക്കം തന്നെ. എന്റെ കൊച്ചി, ഒരു സിനിമ കാണുമ്പോഴെങ്കിലും നിനക്ക് ഉറങ്ങാതിരുന്നൂടായോ? നിനക്ക് വേറെ പണിയൊന്നും ഇല്ല, അതുകൊണ്ടല്ലേ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ പറയണേ. അതെ, മനുഷ്യന്മാരാകുമ്പോ ഉറങ്ങും. എന്ത് ഉറങ്ങിക്കൂടി? ഉറങ്ങി എന്താണ് കുഴപ്പം? അതെ, എനിക്ക് കുറച്ച് പോപ്കോൺ ഒക്കെ തന്നാൽ വേണമെങ്കിൽ ചേച്ചിയുടെ പടം കാണാൻ ഞാൻ ഇരിക്കാം. അല്ല, സീരീസ് കാണാൻ ഞാൻ ഇരിക്കാം. വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമില്ല. എന്റെ കൂടെ പടം കാണാനേ എന്റെ കെട്ടിയനുണ്ട്. 4 നല്ലൊരു സീരീസിന്റെ ആദ്യത്തെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോ കിടന്ന് ഉറങ്ങാം. അതെ 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 അതെ, മതി കേട്ടാ.
കൂടുതൽ വാരാൻ നിക്കല്ലേ. ഇന്ന് രാത്രി ഞാനും സിദ്ധും കൂടെ ഒരുമിച്ചിരുന്ന് കണ്ടോളാം. ഓ അപ്പൊ ഇന്ന് രാത്രിയും ചേച്ചി ഇന്നലത്തെ പോലെ കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ നാളെ രാത്രി ഇതേപോലെ കാണാതിരിക്കൂ? ആ നാളെ രാത്രി കാണാനിരിക്കും. സിദ്ധു എന്റെ കൂടെ കാണും. സിദ്ധു എനിക്ക് വേണ്ടി എന്തും ചെയ്യും. ഓ എന്തും ചെയ്യും, പക്ഷെ ഇത് ചെയ്യോ ഇല്ലെന്ന് കണ്ടറിയണം. ബെറ്റുണ്ടോ 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 ഓ ഓ ഓ ബെറ്റുണ്ടോന്ന്? ஐயோ 2 பேரும் சண்டை போடாதீங்க. ഇത് സൺഡേ ഒന്നുമല്ല, നീ ബെറ്റ് വെക്കടാ, ഞാൻ കാണിച്ചു തരാലോ. ബെറ്റാ? ആ ബെറ്റ് ഞാൻ തോക്കും, കാരണം ആളെയും കാണും. കാരണം എന്തോ എന്റെ അളിയൊരു പാവം. വലിയ പാവം വന്നേക്കുന്നു. എന്റെ കേശു ഇത് എന്തുവാടാ ഇത്? എന്തിനാ ഇങ്ങനെ നിസാര കാര്യത്തിന് വഴക്കിടുന്നേ? ചുമ്മാ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ ചേച്ചിക്ക്. டேய் நீதான் அவளை சும்மா ஓதோன்னு சொல்லிட்டு எரிவேத்தி விடுற. ഓ എനിക്കും പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. കട്ടൻ ചായ കുടിച്ചോ. മധുരവും ഇല്ല, എന്തിന് കട്ടൻ ചായ? മധുരം വേണ്ട, അത്രയും മധുരം കുടിച്ചാ മതി. ചേച്ചി ഒന്നും പറയണ്ടാ, ഇന്ന് രാവിലെ ഞാൻ എണീക്കാൻ ലേറ്റ് ആയിപ്പോ. ഞാൻ ഇന്നലെ ഇരുന്ന ഒരു സീരീസ് മൊത്തം കണ്ടു തീർന്നു. കിടിലൻ സീരീസ് അളിയാ, ഞാൻ അയച്ചുതരാം. നീ എവിടെ? അങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഞാൻ വൈകിട്ട് അങ്ങോട്ട് ഇറങ്ങാം. ഓക്കെ ഓക്കെടാ. ഫ്രഷായി കുട്ടപ്പനായല്ലോ. യെസ്. അതെ ഇന്നലെ രാത്രിയില്ലേ, അത് ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയതാ. അത് കുഴപ്പമില്ല, ലച്ചു ഇന്നിരുന്ന് കണ്ടു. നമുക്കിന്ന് ഒരുമിച്ചിരുന്ന് കാണാലോ. നമ്മളല്ല, നീ മാത്രം. എന്താടാ നമ്മൾ ഒരുമിച്ചിരുന്ന് കാണാന്ന് തീരുമാനിച്ചല്ലായിരുന്നോ? തീരുമാനിച്ചതൊക്കെ ആയിരുന്നു, നമ്മൾ ഒരുമിച്ചിരുന്ന് കണ്ടല്ലോ. നീ ഉറങ്ങിയത് എന്റെ കുറ്റവാ. അത് അറിയാതെ ഉറങ്ങിപ്പോയതല്ലേ. എന്റെ പൊന്നു ലച്ചൂസേ, നിന്നെ ഞാൻ എത്ര തവണ വിളിച്ചു, നല്ല പിടിയുണ്ടോ നിനക്ക്? നീ നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഞാൻ ഓർത്ത് ഉറങ്ങിക്കോട്ടെ, പക്ഷെ സമാധാനമായിട്ട് മൊത്തം സീരീസ് എനിക്ക് കാണാൻ പറ്റും. നമുക്കിന്ന് ലാസ്റ്റ് ആയിട്ട് ഒന്നും കൂടെ ഒരുമിച്ചിരുന്ന് കാണാം. ഓ അതിന്റെ ആവശ്യമില്ല ലച്ചൂസേ, ബുദ്ധിമുട്ടാവും അത്. അപ്പൊ നീ എന്റെ കൂടെ ഇരുന്ന് കാണൂല? ഇല്ല. ഉറപ്പാണോ? ഉറപ്പാ. എന്തിനാ ചേച്ചി എന്റെ അളിയനെ വരട്ടിയാണോ? എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ നിന്റെ അളിയനെ ചെയ്യും. നിനക്കെന്താ? എന്തിനാ ചേച്ചി ചേച്ചി ഒറ്റയ്ക്ക് സീരീസ് കണ്ടാ പോരാ? പ്രശ്നം കഴിഞ്ഞില്ലേ? അത് ഞാൻ എന്റെ കെട്ടിനും കൂടെ അങ്ങ് തീരുമാനിച്ചോളാം. ഞാൻ തീരുമാനിച്ചു, ഞാൻ കാണുന്നില്ല. എന്റെ പൊന്നു ലച്ചു, നിന്റെ ഈ വർത്താനം കേൾക്കുമ്പോ ഞാൻ എന്തോ വലിയ തെറ്റിയതുപോലാണല്ലോ. ഇത് ഞാൻ ഒരു കാര്യം പറയാം, ഇന്ന് ഈ സീരീസ് നമ്മൾ ഒരുമിച്ച് കണ്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, സീരീസ് പോയിട്ട് ഒരു പാട്ട് പോലും ഒരുമിച്ച് കേൾക്കൂല. ലച്ചോ പറയണേ. അത്രയൊക്കെ വേണോ? നീ പൊടങ്ങ ഇതു. ഞാൻ ലാസ്റ്റ് ആയിട്ട് ചോദിക്കുക, നീ ഇന്ന് എന്റെ കൂടെ സീരീസ് കാണുന്നുണ്ടോ ഇല്ലയോ? കാണുന്നില്ല. ഉറപ്പാ? എന്നാ ഞാൻ പറയുന്നു, നമ്മൾ ഇന്ന് ആ സീരീസ് ഒരുമിച്ചിരുന്ന് കാണും. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. നടക്കാത്ത സ്വപ്നമാണോ അതൊക്കെ വേണോ? നിനക്ക് അറിയാൻ പാടാത്തതുകൊണ്ടാ. എന്റെ ഒരു സ്വപ്നമായിരുന്നു ആ സീരീസ് സിദ്ധുവിന്റെ കൂടെ ഇരുന്ന് കണ്ടു തീർക്കണം എന്ന്. എന്താ? ഒന്നുമില്ല. സിദ്ധു, നീ എന്റെ കൂടെ അത് കാണൂലെന്ന് ഉറപ്പാ? എന്നാലേ നീ ആ സീരീസ് ഇന്ന് എന്റെ കൂടെ കണ്ടിരിക്കും. ടു-നൈറ്റ്. കാണിച്ചു തരാം. കാണാം. ഇന്ന് രാത്രി ആ സീരീസ് നമ്മൾ ഒരുമിച്ച് കണ്ടിരിക്കും. അളിയാ, ഇന്നത്തെ എന്റെ ഉറക്കം പോയടാ. 8 എപ്പിസോഡ്, ഒരു എപ്പിസോഡ് 1 മണിക്കൂർ വെച്ച് 8 മണിക്കൂർ ഞാൻ ഇന്നലെ സ്പെൻഡ് ചെയ്തതാ. ഇന്നും എനിക്ക് 8 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പോയി. ഇന്ന് എനിക്ക് ഉറങ്ങണം. അളിയാ, എന്തൊക്കെ സംഭവിച്ചാലും അളിയൻ ഇന്ന് ലിച്ചേച്ചിയുടെ കൂട്ടിൽ അത് കാണരുത്. ആഗ്രഹമുണ്ട് അളിയാ, പക്ഷെ നിന്റെ ടീച്ചർ സ്വഭാവം നിനക്ക് അറിയാവണല്ലേ. അളിയോ, അപ്പൊ അളിയന് ഇത് നൂരണം അല്ലേ? 8 മണിക്കൂർ ഉറക്കം അളിയനെ സേവ് ചെയ്യണം. കറക്റ്റ്. ഒരു വഴിയുണ്ട്.
ലച്ചേച്ചി ലച്ചേച്ചി എന്താ എന്താ കയറി കിടക്കണേ? പിന്നെ മനുഷ്യനെ കിടന്ന് ഉറങ്ങണ്ടേ? രാത്രി 8 മണിക്കൂർ ഉറക്കം കളഞ്ഞിരിക്കണതാ. ഇന്നും പറഞ്ഞോണ്ട് ഇപ്പൊ എഴുത്തല്ലേ ഉള്ളൂ, അപ്പൊ തന്നെ കയറി കിടക്കണം. ആ പിന്നെ, അല്ലെങ്കിൽ രാത്രി എനിക്ക് ഉറക്കം വന്നാലോ? ആ ശരി ശരി ശരി. ആ ഈ ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ വേറൊരു കാര്യമായിരുന്നു ചേട്ടാ. ലച്ചേച്ചി എന്ത് സംഭവം എന്താ, ആളെ ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് ലച്ചേച്ചി ഒറ്റയ്ക്ക് ഇരുന്ന് ഈ ഹൊറർ സീരീസ് കാണാൻ പേടിയായതുകൊണ്ടാണ് അളിയനെയും കൂടെ കൂട്ട് വിളിക്കണത് എന്ന്. എങ്ങനെ? ഓ നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ചേച്ചിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ഈ ഹൊറർ സീരീസ് കണ്ടാ പേടി വരുമല്ലോ, അപ്പൊ അങ്ങനെ പേടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അളിയനെ കൂട്ടായിട്ട് അടുത്ത് വിളിച്ചിരുത്തുന്നത് എന്ന് പറഞ്ഞു. സിദ്ധു അങ്ങനെ പറഞ്ഞു? യാ സിദ്ധു, അങ്ങോട്ട് സിദ്ധു ആ വന്നേ. എന്താ നീ ഇവന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? എന്ത്? എനിക്ക് ഹൊറർ പടം ഒറ്റയ്ക്ക് കാണാൻ പേടിയായതും കൊണ്ട് നിന്നെ ഞാൻ കൂട്ട് വിളിക്കുന്നയാന്ന് നീ ഇവന്റെ അടുത്ത് പറഞ്ഞു? ലച്ചുസ, ഞാൻ അത് അങ്ങനെയല്ല പറഞ്ഞേ അളിയാ. അതെ അളിയ അങ്ങനല്ല പറഞ്ഞത്. അളിയൻ പറഞ്ഞ എങ്ങനെയെന്ന് വെച്ചാല് ചേച്ചി വെറുതെ ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ടിട്ട് ഈ ഹൊറപ്പടം കണ്ടിട്ടിരുന്ന് പേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അളിയൻ വന്ന് ചേച്ചിയോട് ഇരിക്കണം എന്നാണ് പറഞ്ഞത്. അതെ അതെ അതെ. ഹലോ, എനിക്ക് ഹൊറർ പടം ഒറ്റയ്ക്ക് കാണാൻ പേടിയൊന്നുമല്ല. ഞാനേ ഇഷ്ടം പോലെ ഹൊറർ പടങ്ങൾ കണ്ടിട്ടുണ്ട്, അതും ഒറ്റയ്ക്ക്. വിശ്വാസമുള്ള വിശ്വാസമില്ലേ? എന്നാ നീ വിശ്വസിക്കണ്ട. അല്ല, വിശ്വസിക്കാൻ വേറെ മാർഗമുണ്ട്. ചേച്ചി ഇതങ്ങ് ഒറ്റയ്ക്ക് ഇരുന്നുണ്ടാ മതി. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ടേനെ, പക്ഷേ ഇത് നമ്മൾ ഒരുമിച്ചിരുന്ന് കാണാമെന്ന് നമ്മൾ തീരുമാനിച്ചത് കൊണ്ടാ. ഓ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. വിശ്വാസമില്ലെങ്കിൽ താൻ വിശ്വസിക്കണ്ടോ? ചേച്ചി വിശ്വസിക്കുന്നില്ല. അളിയാ, അളിയൻ ലച്ചേച്ചിയുടെ കൂടെ ഇരുന്ന് ആ ഹൊറർ സീരീസ് മൊത്തം കണ്ടു തീർക്കണേ. കാരണം ലച്ചേച്ചിക്ക് പേടി വരരുതല്ലോ. ലച്ചുസെ പേടിക്കണ്ട കേട്ടോ, ഞാൻ ലച്ചുസിന്റെ കൂടെ ഇരിക്കും. ഞാൻ പറഞ്ഞ എനിക്ക് പേടിയില്ലാന്ന്. അയ്യോ, ഇത് ഇതുവരെ കഴിഞ്ഞില്ലയോ? ലച്ചേച്ചിക്ക് പ്രേത സീരീസ് ഒറ്റയ്ക്ക് ഇരുന്ന് കാണാൻ പേടിയെന്ന്. ഓഹോ, അതാണോ കാര്യം? ലച്ചുവിന് അല്ലെങ്കിലും പേടിയല്ലയോ? എത്ര തവണ പേടിച്ച് നിലവിളിച്ചിട്ടുണ്ട് ഇല്ലയോ? ഞാൻ എപ്പോഴാ പേടിച്ച് നിലവിളിച്ചേക്കണേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ 12 മണിക്ക് ശേഷം ഒറ്റയ്ക്കിരുന്ന് ആ സീരീസ് മൊത്തം കണ്ടു തീർക്കും. ഐ ചലഞ്ച്. 12 മണിക്ക് ശേഷം ഓടാടുന്ന്. അതിന് നിന്റെ വെല്ലുവിളി കാര്യമായിട്ട് എടുക്കാൻ പോണു. പേടി 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 പേടി. ലച്ചുസെ പേടിക്കണ്ട, നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം. അങ്ങനെ ഒരുമിച്ചിരുന്ന് കാണാം. ഞാനേ ഈ സീരിയസ് ഇനി ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ടോളാം. ഇവന്റെ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തു. ஐயோ வேணாம் லெச்சோ, சொல்லறத கேளு. அப்படியெல்லாம் நீ பார்த்தேன்னு வச்சுக்கோ, நீ மயக்கம் போட்டு வீழ்ந்துடுவ. അപ്പനെ ആശുപത്രി തൂക്കിയെടുത്തോണ്ട് കൊണ്ടുപോയാൽ മതി, ഒരു കുഴപ്പമില്ല. ഒറ്റയ്ക്കിരുന്ന് കാണുമോ? ആ കാണും. ഉറപ്പാണോ? ആ ഉറപ്പ്. എന്തായാലും ഈ അവസരം കൊണ്ട് ഒരു കാര്യം പറഞ്ഞേക്കാം. അല്ലയോ, പണ്ട് ഇതേപോലെ ഒരു ഹൊറർ സിനിമ ഒറ്റയ്ക്ക് ഒരു തിയേറ്ററിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തോ സമ്മാനം കൊടുക്കാന്നെന്തോ പറഞ്ഞിട്ടൊരു പരിപാടി ഒരാൾ വെച്ച്. അപ്പൊ കുറെ ആൾക്കാർ ഇത് ഓക്കെ സമ്മാനം കിട്ടുന്നല്ലെന്ന് പറഞ്ഞിട്ട് പോയി കാണാനൊക്കെ പോയി. അവരൊക്കെ തലറങ്ങി വീണ് പേടിച്ച് വിളിച്ച് എല്ലാം ഹോസ്പിറ്റലിൽ. എന്തായാലും അവര് മരിച്ചൊന്നും പോയിട്ടില്ലല്ലോ. അതിനകത്ത് എന്തോ 1-2 പേര് വക്കി വരെ അങ്ങോട്ട് എത്തി എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ചേച്ചി അതൊക്കെ നോക്കിക്കൊണ്ടൊക്കെ ചെയ്താൽ മതി. ഓ, ഞാൻ നോക്കിക്കൊണ്ടങ്ങ് ചെയ്തോളാം. ഓ ആ പിന്നെ എല്ലാരോടും കൂടെ ഞാനൊരു കാര്യം പറയാം. ഓ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഞാൻ സീരീസ് ഇരുന്ന് കാണും. ഒറ്റരെണ്ണം ഈ വഴിക്ക് വന്നു വരുന്നത് കേട്ടല്ലോ, പ്രത്യേകിച്ച് നീ. എന്തു വാടാ ഇത്? ഒരു സിനിമ കാണുന്നതിനും ഇങ്ങനെ വഴക്കോ? ചുമ്മാ ഒരു കാര്യമില്ല അല്ലേ? ഇഷ്ടം തന്നെ. അളിയാ സിമ്പിൾ പരിപാടിയല്ലേ? ഈഗോയെ ജസ്റ്റ് ഒന്ന് ഹർട്ട് ചെയ്ത് വിട്ടാ മതി. ചേച്ചി ഇങ്ങനെ വേണം ഡീൽ ചെയ്യാൻ. നീ ഒരു പൊളി തന്നെ. ഫ്രണ്ട് ചെയ്യുന്ന എല്ലാം വിളിച്ച് പറയും. എന്താ
എന്താ എന്താ എന്തെന്താന്ന് കാണാൻ തീരുമാനിച്ചു? ആ തീരുമാനിച്ചു. ലച്ചുസേ, നിന്നെ കണ്ടാൽ അറിയാം നിനക്ക് നല്ല പേടിയുണ്ടെന്ന്. ഞാൻ വേണേ കൂടെ ഇരിക്കാം. ഓഹോ വേണ്ട വേണ്ട വേണ്ട, എനിക്ക് ഇയാളുടെ ഔദാര്യൊന്നും വേണ്ട കേട്ടോ. ചേച്ചി ഒരു വാക്ക് സ്വണ്ണ അത് സ്വണ്ണതാ. ലച്ചുസേ, എങ്ങാനും പേടിക്കുവാണെങ്കിൽ ആ റൂമിലേക്ക് വന്നാൽ മതി കേട്ടാ. താൻ പോളൂ. പോപ്കോൺ. താങ്ക് യു. ചേച്ചി സീരീസ് ഒക്കെ കാണുമ്പോ സൂക്ഷിച്ച് കാണണം കേട്ടാ. രാത്രിയാണ്, പറയാൻ പറ്റത്തില്ല, ചിലപ്പോ ലാപ്ടോപ്പ് പൊളിച്ചു വരും. ചുമ്മാ ഇരടാ, ചുമ്മാ കൊച്ചിനെ പേടിപ്പിക്കാതെ. അവൻ പേടിപ്പിക്കട്ടെ അമ്മൂമ്മ, അതിന് ആര് പേടിക്കാൻ? എനിക്ക് പേടിയൊന്നുമില്ല. പേടിയില്ലെന്ന് ഉറപ്പാണേ. അമ്മൂമ്മ കനകന്റെ ചെല്ല്, നിങ്ങളാണ് ഉറങ്ങാൻ നോക്കൂ. ചെല്ലേ പോട്ടെ പോട്ടെ. ചേച്ചി രാത്രി ഏതെങ്കിലും ചില അപശബ്ദങ്ങളോ ഇല്ലെങ്കിൽ എന്തെങ്കിലും രൂപമോ കൊണ്ട് പേടിക്കുകയാണെങ്കിൽ നേരെ ആ റൂമിലോട്ട് വന്നാൽ മതി. ഞാനും ഒളിനെ അവിടെ കാണും. അല്ലയാ പോവാ. ഇവന്മാര് സ്ഥിരം പരിപാടിക്കുള്ള പ്ലാനിങ്ങാ. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോ വന്ന് പേടിപ്പിക്കാം. ചെയ്യ കൊടുക്കാം. ഇത് മതി. എനിക്കറിയായിരുന്നു ഇവന്മാരെ പേടിപ്പിക്കാൻ വരുമെന്ന്. ഭർത്താവാണെങ്കിലും അരിയനാണെങ്കിലും എനിക്ക് പോടാ. പരിചയമില്ലാത്ത കാല്. അയ്യോ ഞാൻ പറഞ്ഞില്ലേ ഇത് കിടന്ന് പേടിച്ച്. എവിടുന്ന് വന്നത്? അല്ല മറ്റേ ശബരിമലയ്ക്ക് പോണത് ഒന്നാ. അങ്ങനെ കമത്തിക്കിടത്താൻ പറഞ്ഞോട്ടായാലും ഇപ്പം ഇവിടെ
பாத்துடா. കക്കാൻ വന്നിട്ട് ചിരിക്കണം കൊടുത്താലോ ചാവാഞ്ഞത് പാവിക്കും ബോധം കൊണ്ട് കിടക്കണം. പരിചയമുണ്ടോ നിനക്ക്? പിന്നെ ജംഗ്ഷനിൽ മറ്റേ 3-4 ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട്, ഇതേപോലെ തന്നെ ചിരിച്ചോണ്ടിരിക്കും. டேய் இவன் கள்ளனா? അല്ല ജഡ്ജി. പിന്നെ അല്ല പിന്നെ രാത്രി വീട്ടിൽ കക്കാൻ കയറിയത്. அப்படினா நம்ம லெச்சு கள்ளனை பிடிச்சாச்சு. நம்ம லெச்சு கள்ளனை பிடிச்சாச்சு. ഇതൊക്കെ എന്ത്? ഞാൻ അപ്പഴേ പറയില്ല എനിക്ക് പേടിയൊന്നുമില്ലെന്ന്. പോലീസിനെ വിളിയടാ. എല്ലാ കള്ളന്മാർക്കും ഇതൊരു പാടായിരിക്കണം. ആ ഇല്ല പിന്നെ